നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഒരു ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഏത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്കിപ്പോൾ ആപ്പുകൾ ലഭ്യമാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല. ഇത് കാരണം നമ്മൾ പല ആളുകളും അന്വേഷിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ ആപ്പ് എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ആപ്പ് വർക്ക് ചെയ്യാത്തതെന്നും ഈ ഏതൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ആപ്പ് എങ്ങനെ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുമെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള MB പോകും, നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് നഷ്ടപ്പെടും. അപ്പം ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് ഉപയോഗിക്കുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിനകത്തൊരു സൗകര്യമുണ്ട്. നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഏതൊരു ആപ്പാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നെങ്കിൽ ആ ഒരു ആപ്പ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ തെമു എന്നൊരു ആപ്പുണ്ട്. ചൈനീസ് പ്രോഡക്റ്റുകളൊക്കെ ചെറിയ വില കൊടുക്കാൻ പറ്റുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പ് എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഈ മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ വലതുഭാഗത്ത് ഈ മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ദിസ് ഡിവൈസ് മോഡൽ എന്ന് കാണാൻ സാധിക്കും. ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ള ഭാഗത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ എന്ന് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കുന്ന, അത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിയൽമിയുടെ ഫോൺ, ഇതേ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് എന്താണ് റിവ്യൂ ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അതിനകത്തുള്ള റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്ത് ആളുകളുടെ പരാതികൾ അന്വേഷിക്കേണ്ട. നമ്മുടെ ഫോൺ ഉപയോഗിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഫോൺ ഉപയോഗിച്ച് ആളുകൾ ഉപയോഗിച്ചതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബാഡ് റിവ്യൂ ഉണ്ടോ, എന്തെങ്കിലും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫോണിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ ഒരു ആപ്പ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വേറൊരാൾ ഉപയോഗിച്ച ഏകദേശം 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, മറ്റൊരാൾ ഇവിടെ 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് ഈ ആപ്പ് കൊണ്ട് ഉപയോഗപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് എന്താ ഉണ്ടായതെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങൾ അവർ റിവ്യൂ ചെയ്യുന്നവരാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഏതൊരു ആപ്പ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.